എന്താ നിനക്ക് മാത്രമേ നിയമം പഠിക്കാൻ പറ്റത്തുള്ളൂ? ഞാനും ഒരു കൈ നോക്കട്ടെ. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. നീ സെക്കൻഡ് ഇയർ അല്ലേ? അതെ. നീ ഹോസ്റ്റലാണോ താമസിക്കുന്നത്? അതെ. നിനക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉള്ളതല്ലേ? ചെല്ലേ, ക്ലാസ് കഴിയുമ്പോ ലൈബ്രറിയിലേക്ക് വന്നാൽ മതി. നിറയെ സംസാരിക്കാനുണ്ട്. ഓക്കെ, ബൈ ബൈ. ആരാടാ ഈ പാട്ട ഇവിടെ കൊണ്ടിരിക്കുന്നത്? ഇത് പരിചയമുള്ള വണ്ടിയല്ലേ? ഏതോ പുതിയ ആരായാലും എടുത്ത് മാറ്റാൻ പറ. ഓക്കെ, മാറ്റട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഈ മാരുതി കാറിന്റെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റണം. അല്ലാത്ത പക്ഷം ഷിപ്പിയായ ട്രെയിൻ കൊണ്ടുവന്നത് ചുമന്ന് മാറ്റും. വാരി ഓടിക്കാൻ തള്ളി മാറ്റണം. ഇടഞ്ഞുള്ള സാറന്മാരുടെ വണ്ടി ആയിരിക്കും. കൈവണ്ടി വാങ്ങിക്കാൻ കാശില്ല സാറന്മാരെ, ഇനി മാരുതി വാങ്ങിച്ചാൻ പോകുന്നു. ആരുടെ അപ്പോ കൊച്ചു തമ്പുരാട്ടിയുടെ വണ്ടിയാണല്ലേ? നോക്കി പേടിപ്പിക്കാതെ വണ്ടി എടുത്ത് മാറ്റി മോളെ. മാറ്. പിന്നെ ഇവിടെ ഞങ്ങൾ വണ്ടി ഇടുന്ന സ്ഥലമാണ്, വണ്ടി എടുത്ത് മാറ്റ്. നിങ്ങൾ വണ്ടിയിടുന്ന സ്ഥലം ഒന്ന് പേരെഴുതി വെച്ചിട്ടുണ്ടോ? മിടിക്കുക. മീര, ബഹളം ഉണ്ടാക്കാതെ വണ്ടി എടുക്കാൻ നമുക്ക് പോവാം. നീ മിണ്ടാരി. ഇവന്മാർ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അത് മോളെ. നാസർ, പ്ലീസ്, വണ്ടി എടുത്ത് ഞാനല്ലേ പറയുന്നേ. ഇവിടെ ഒരു അറിയേ, താൻ ഞങ്ങളെ പറ്റി ആ കൊച്ചിനൊന്ന് പറഞ്ഞു കൊടുത്തു. പോ. ഇവിടെ നമ്മുടെ വണ്ടി മാറ്റിക്കൊടു. വണ്ടി പുറകോട്ട് എടുക്കട്ടെ. കേറ്. സ്ഥലം കാലി. നീ ഒന്ന് മാറടെ, ഞാൻ നോക്കട്ടെ. നീ പുറകെ നോക്ക്. ചെല്ലേ. നമ്മുടെ വണ്ടി ആരഴിച്ചു വിട്ടാണ്? ആർക്കറിയാം. കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ലക്ഷണമുണ്ട്. കൊച്ചു കൊള്ളാമല്ലോ. ബെസ്റ്റ് ഫീസ് കണ്ടാലും കോട്ടയം റബ്ബറാണെന്ന് തോന്നുന്നു. റബ്ബറാണെങ്കിൽ എളുപ്പത്തിൽ പറയും, വലിയം ചെയ്യും. ഇവിടെ ആരുമില്ലേ ടെറിട്ടറി? നീ ശരിക്കും പേടിച്ചു അല്ലേ? റിയലി? ഇവന്മാരെ കുറിച്ച് ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാ. നിങ്ങളൊക്കെ കൂടി ഇവരെ വലിയ ആളാക്കി വെച്ചിരിക്കുന്നത്. അവരെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് എനിക്കറിയാം. നീ നോക്കിക്കോ. ഇവിടെയൊക്കെ ചെളിയാ. എന്താ അവിടെ നിർത്തിയത്? അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് ബൈബിളിൽ ഒരു ആപ്തവാക്യമല്ലേ? ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു. എടോ ഇല്ലിക്കൂടാ, താൻ ആ കടയിലേക്ക് നോക്കിക്കേ. താനൊരു 2 മിനിറ്റോടെ നിൽക്കേ, ഞാനിപ്പോ വരാം. എനിക്ക് 6 മണിക്ക് മുമ്പ് സെമിനാറിൽ എത്താനുള്ള. താനൊന്ന് അറങ്ങിരിക്കൂടെ പാതിരി. തന്നെ കൂടെ കൊണ്ട് കിടക്കുന്ന എന്തിനാണെന്നറിയാം? തനിക്ക് തല്ലുകൊള്ളാതിരിക്കും. അയ്യടാ, സോറി.
എക്സ്ക്യൂസ് മീ, മീരയുടെ ഇന്നലത്തെ പെർഫോമൻസ് കലക്കി. പെമ്പിളരായി ഇങ്ങനെ വേണം. ഇന്നലെ ഞങ്ങൾ കയറി ഉടക്കിയത് തന്നെ ഒന്ന് വരുത്താൻ വേണ്ടിയാ. ഈ സ്മാർട്ട്നെസ് സമ്മതിച്ചിരിക്കുന്നു. തന്റെ കോംപ്ലിമെന്റ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഓഹോ, തന്നെ പോലുള്ള കുറെ തേർഡ് റേറ്റ് പാർട്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കോളേജിലേക്ക് വന്നത്. മീര, ഐ എം സോറി. നൈസ് ഗേൾ, ഗുഡ് നേച്ചർ. അതുകൊണ്ടാണ് നിനക്ക് തല്ലുകൊള്ളാതിരുന്നത്. പിന്നെ ഞൊട്ടും. ആ കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കേട്ടോ. ആദ്യം എല്ലാ പെമ്പിള്ളാരും ഇങ്ങനെ ഇല്ലിക്കൂടെ കണ്ടോ അവളെ ഈ ബൈക്കിന്റെ പുറകിലേർത്തി ഇങ്ങനെ ഒരു സംശയവും തോന്നരുത്. ഞങ്ങളുടെ ഒരു ഹൗസ് ഓണർ ഉണ്ട്, ചാക്കോ ചേട്ടൻ. ഭൂലോക കത്തിയ. പാതിരാത്രി ആയാലും ഉറങ്ങുകയില്ല. നോക്കട്ടെ. ആ നിൽക്കുന്നതാണ് ചാക്കോ ചേട്ടൻ. എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ മാനേജ് ചെയ്തോളാം. ആരാത്? ചേട്ടാ ഞാനാ, നാസറ. എന്റെ കൂടെയുള്ള ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഞങ്ങള് സാമ്പശിവന്റെ കഥാപ്രസംഗം കേൾക്കാൻ പോയതാ. ഭയങ്കര മഞ്ഞ്, അതുകൊണ്ട് നേരത്തേക്ക് പോന്ന്. ഗുഡ് നൈറ്റ്. ഈ വേഷം അങ്ങ് പെർമനന്റ് ആയിക്കോ, അതാ സേഫ്. എങ്ങനാ പേര്? ഓ നാണം. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചാക്കോച്ചനോ വല്ല സംശയമുണ്ടോ? നസ്രാണിയുടെ ബുദ്ധി അല്ലടാ എനിക്ക്. അയാൾക്ക് യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല, വേണമെങ്കിൽ അയാളുടെ ഭാര്യയെ പാൻഡിഡിച്ച് അതിനകത്ത് കൊണ്ടുവരും. പക്ഷെ അയാൾക്ക് പിടിക്കാൻ പറ്റൂല. നീ എന്നോടാണെന്ന് തെളിഞ്ഞ് കുലത്തൊഴിൽ പഠിച്ചാടാ. നീ വച്ച് താമസിപ്പിക്കുന്നോ? അപ്പോഴേ ഈ തലക്കെട്ടൊക്കെ അഴിച്ച് മുകളിലേക്ക് ചെല്ലട്ടെ അല്ലേ? തലക്കെട്ടൊക്കെ ഞാൻ അഴിക്കാം. പൊടി പൊടി പൊടിയൊക്കെ തട്ടി തന്നെ കൊണ്ടുവന്ന് മാറ്. ആ ഷർട്ട് ഇങ്ങോട്ട് ഒഴിച്ചു പൊട്ടിക്കല്ലേ. എനിക്ക് ആകെ ഉള്ളൊരു നല്ല ഞാൻ അഴിക്കാം. എടാ, പെണ്ണിന് ആൺവേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചു. പ്ലീസ് ഒച്ച വയ്ക്കരുത്. ഒച്ച വയ്ക്കടാ, ഒച്ച വയ്ക്കും. നാട്ടുകാർ മുഴുവൻ നിൽക്കട്ടെ. നിങ്ങൾ സ്ഥിരം പരിപാടികളല്ലേ. ഞാൻ പോലീസിൽ ചിലക്കരുത്, കൂടുതൽ ചിലക്കരുത്. തനിക്ക് വേണേ പറ, നമുക്ക് ഷെയർ ചെയ്യാം. നിന്റെ അപ്പനാണത് കണ്ടുപിടിച്ചെങ്കിലേ നിന്റെ അപ്പനോട് ചോദിക്കില്ല ഷെയർ വേണമെന്ന്. അപ്പഴൊന്നുമില്ല, എങ്ങോട്ടാ കൂടെ തോന്നുന്നു. ഓക്കെ മാറ്റി കൊടുക്കും. അതൊക്കെ തുറക്കണേ, അതൊക്കെ തുറക്കണേ. ഇങ്ങോട്ട് മാറണേ. ചേട്ടാ, പോലീസിനെ വിളിക്കരുത്. ചേട്ടന്റെ മോളെ പോലെ കാണുന്നു. എന്നിട്ട് എന്റെ മോൾ നിന്നെ പോലെ ആകാനോ? ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. എന്താ നിന്റെ പേര്? ശക്തിയില്ല. ഓ, എവിടെയാ നാട്? നാടുതല്ല. എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ നടന്ന് ജീവിതം പാഴാക്കണ്? കരയില്ല കരയില്ല. എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുണ്ട്. കരയില്ല പോലെ കരയില്ലേ? എന്റെ കർത്താവേ, തന്റെ കഥ ഞാനിന്ന് കഴിക്കും. എടി പറയുന്നത് കേൾക്ക്. ഒരു അക്ഷരം വേണ്ടി പോയത്. ഉള്ള സത്യം പറയാലോ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞങ്ങൾ വെളിയിൽ പോകുമ്പോ വീട് പൂട്ടി താക്കോൽ പുറത്തു വെക്കും. ഞങ്ങൾ രാത്രി വരാൻ ലേറ്റ് ആകുമ്പോൾ ഇയാൾ ഇതുപോലെ പെമ്പിളതിനകത്ത് അല്ലേന്ന് കരുതി ഞങ്ങൾ ക്ഷമിക്കാം. നാട്ടിൽ പോകുമ്പോഴും അവിടെ ഇതൊക്കെ തന്നെ പരിപാടി. അതെ, എന്റെ കർത്താവേ, ഇയാളെന്ന് പറയുന്നു അറിയില്ലേ? ചേട്ടത്തി, ഞാൻ ആലോചിക്കായിരുന്നു, ചേട്ടത്തിയെ പോലെ സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളപ്പോ ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അയ്യേ, നിങ്ങൾ ഇങ്ങോട്ട് നടക്കാം. എന്റെ പൊന്നെ, വിശ്വസിക്കണം. എന്നെ കാണിച്ചോ? ഇങ്ങോട്ട് വാ, വച്ചിട്ടുണ്ട്. നിനക്കിപ്പോ യുവന്മാര് പറയുന്നത് വിശ്വാസമല്ലേ? എന്റെ കണ്ണോണ്ട് ഞാൻ കണ്ടതാ. എടി ഞാന് നടക്ക് വീട്ടിലേക്ക്. നിനക്കൊക്കെ ഞാനും വെച്ചിട്ടുണ്ടോ? നടക്കേ. ഈ സംഭവം നിങ്ങളല്ലാതെ വേറെ ആരും അറിയണ്ട. എന്റെ മക്കൾ ഇതറിഞ്ഞ അവരുടെ മുഖത്തുമൊക്കെ എനിക്ക് പറ്റത്തില്ല. ആരും അറിയണ്ട. ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. ചേട്ടത്തി, ആ സമയത്ത് എങ്ങനെയാ? പ്രായമായ പെണ്ണല്ലേ? പിന്നെ അതെ. എന്നാ ഒരു കാര്യം ചെയ്യേ,
രാവിലെ ആരും അറിയാതെ ആ. അങ്ങ് പറഞ്ഞു വിട്ടേ ഓ. വലിയ ഉപകാരം. ആ, ഓ. എങ്ങനെയുണ്ട് അന്നത്തെ ബ്രെയിൻ? നീ പാസ്സായാൽ ഇവിടുത്തെ നമ്പർ 1 കേസിലെ വക്കീലായിരിക്കും നീ. ഇത് പെണ്ണ് ഞാൻ മണ്ണ് കൊണ്ടുപോയി പറഞ്ഞല്ലോ. കളഞ്ഞു.